വാർത്തകൾ തുടരുന്നു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിലെ കപ്പ് ആൻഡ് ഫുൾ ബുള്ളിന്റെ നേതൃത്വത്തിൽ പേപ്പർ ചലഞ്ച് മത്സരം സംഘടിപ്പിച്ചു. സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഭവന നിർമ്മാണത്തിനായാണ് പേപ്പർ ചലഞ്ച് മത്സരം സംഘടിപ്പിക്കുന്നത്. വീടുകളിൽ നിന്നും ന്യൂസ് പേപ്പറുകൾ, കാർഡ്ബോർഡ് പെട്ടികൾ, ടെക്സ്റ്റ് പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ തുടങ്ങിയവ ശേഖരിച്ചാണ് പേപ്പർ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മാനേജർ ഫാദർ ലിജു പോൾ പറമ്പത്ത് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ജെസ്സി ജോസ്, PTA പ്രസിഡന്റ് TP പോളി എന്നിവർ സംസാരിച്ചു. മാർച്ച് 21 വരെയാണ് ചലഞ്ച്. കുട്ടികളാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിലെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പാവപ്പെട്ട കുട്ടിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനായി പണം ശേഖരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ന്യൂസ് പേപ്പർ, പഴയ പുസ്തകങ്ങൾ, കാർഡ്ബോർഡ് എന്നിവ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ 100ാം വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 100 പരിപാടികളാണ് ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സഹപാഠിക്ക് ഒരു സ്നേഹവീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ചെലവുകളുണ്ട്. നമ്മുടെ വിദ്യാലയത്തില് എല്ലാ കുട്ടികളും ന്യൂസ് പേപ്പർ, പഴയ സാധനങ്ങൾ, പെട്ടികൾ, കാർഡ്ബോർഡ് പെട്ടികൾ, അങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഫെബ്രുവരി 1-ാം തീയതി നമ്മൾ ആരംഭിച്ചു. മാർച്ച് 21 വരെയാണ് സമയം. ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ക്ലാസ്സിന് നമ്മൾ സമ്മാനവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ കളക്ട് ചെയ്ത് തുടങ്ങി. ഓരോ ക്ലാസ്സിലും 3-4 ചാക്കുകൾ വീതം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നത്തെ ദിവസം നമ്മുടെ കബ്ബ് ബുൾബിള് യൂണിറ്റിലെ കുട്ടികള് ഇവിടെ അടുത്തുള്ള കടകള്, വീടുകളൊക്കെ പോയിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ ഇതൊക്കെ കളക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ 100ാം വർഷം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എങ്ങനെ
വളരാം എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ചെറിയ പരിപാടിയിലൂടെ സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കുകയാണ്. സഹപാഠിക്കൊരു സ്നേഹവീട്, ഒരു കൂടെ പഠിക്കുന്ന ഒരാളുടെ വിഷമം മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു കൊച്ചു ത്യാഗം എന്നോണം ഈ മക്കള് അവരുടെ വീടുകളിൽ നിന്ന് ന്യൂസ് പേപ്പറൊക്കെ കളക്ട് ചെയ്ത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത് കളക്ട് ചെയ്ത് ആ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു ത്യാഗ പ്രവൃത്തി ചെയ്യുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 280 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 63,840 രൂപ. ഗ്രാമിന് 35 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,980 രൂപ. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിലുണ്ടായ അനിശ്ചിതത്വം കൂടുതൽ പേരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഈ പ്രവണത തുടരുമെന്നാണ് വിപണി വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ മാസം 22-നാണ് പവൻ വില ആദ്യ 60,000 കടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും മുന്നേറ്റം തുടരുകയായിരുന്നു. പെരിങ്ങൽകുത്ത് റിസർവോയറിന് സമീപത്ത് കാണാതായ മുക്കുംപുഴ ഉന്നതിയിലെ അച്യുതന്റെ മൃതദേഹം കണ്ടെത്തി. ശനിയാഴ്ച വൈകിട്ടാണ് ഡാമിന്റെ മറുകരയിലേക്ക് അച്യുതനും കുടുംബവും ചെങ്ങാടത്തിൽ പോയത്. മറുകരയിലെത്തിയപ്പോൾ പിതാവിനെ കാണാനില്ലെന്നാണ് മകൻ അജിക്കുട്ടൻ മലക്കപ്പാറ പോലീസിൽ അറിയിച്ചത്. റിസർവോയറിന്റെ മറുകരയിലാണ് അച്യുതനും കുടുംബവും കുടിൽക്കെട്ടി താമസിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് അച്യുതന്റെ മൃതദേഹം ഡാമിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം കരയ്ക്ക് കയറ്റി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജൂനിയർ അസോസിയേറ്റ്സ് തസ്തികയിൽ 14,191 ഒഴിവുകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ ഫെബ്രുവരി 22, 27, 28, മാർച്ച് 1 തീയതികളിൽ നടത്തും. ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായി. ഓൺലൈൻ പ്രിലിമിനറി പരീക്ഷയിൽ ആകെ 100 മാർക്കുള്ള 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പരീക്ഷയുടെ ദൈർഘ്യം 1 മണിക്കൂറാണ്. ഇംഗ്ലീഷ് ഭാഷ 30 ചോദ്യങ്ങൾ 30 മാർക്ക്. 20 മിനിറ്റ് ന്യൂമറിക്കൽ എലിബിലിറ്റി ടെസ്റ്റ് 35 ചോദ്യങ്ങൾ 35 മാർക്ക്. 20 മിനിറ്റ് റീസണിംഗ് എബിലിറ്റി ടെസ്റ്റ് 35 ചോദ്യങ്ങൾ 35 മാർക്ക്. 20 മിനിറ്റ് എന്ന തരത്തിലാണ് പരീക്ഷ. ഓരോ തെറ്റായ ഉത്തരത്തിനും ഒരു ചോദ്യത്തിന് അനുവദിച്ചിരിക്കുന്ന മാർക്കിന്റെ 4/1 കുറയ്ക്കുന്ന തരത്തിൽ നെഗറ്റീവ് മാർക്കുണ്ട്. ഒഴിവുകളുടെ എണ്ണത്തിന്റെ ഏകദേശം 10 മടങ്ങ് പേരെ മെയിൻ പരീക്ഷയ്ക്കായി തെരഞ്ഞെടുക്കും. ക്ലർക്ക് മെയിൻ പരീക്ഷയിൽ 200 മാർക്കുള്ള 190 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആകെ 2 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് പരീക്ഷ. സുപ്ര സുസുക്കിയുടെ മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിച്ച പുതിയ അക്സസ് 125 മോഡൽ സ്കൂട്ടർ ചാലക്കുടി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കി. നഗരസഭാ കൗൺസിലർ ലിബി ഷാജി, സുസുക്കി റീജിയണൽ മാനേജർ സജിത് അരവിന്ദാക്ഷൻ, ASM ഘോഷ്, RG സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ SK ഗിരീഷ്, AGM റുഹ്മാൻ, സെയിൽസ് മാനേജർ KR രാജേഷ് എന്നിവർ ചേർന്നാണ് ആക്സസ് 125 പുറത്തിറക്കിയത്. ഉയർന്ന നിലവാരത്തോടെ മികച്ച പിക്കപ്പും മികച്ച മൈലേജും ഉറപ്പു നൽകുന്നതായി അധികൃതർ പറഞ്ഞു. ആക്സസ് 125ന്റെ താക്കോൽ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. സർവീസ് മാനേജർ KJ ജസ്റ്റിൻ, PA ഐജിൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു മോഡലാണ് ആക്സസ് 125. അതുപോലെ തന്നെ ഈ മോഡലിൽ പുതിയ ഭാവത്തിലും രൂപത്തിലും ആക്സസ് 25 സുസുക്കി പുറത്തിറക്കിയിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് നമ്മുടെ ആക്സസിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മുടെ ചീഫ് ഗസ്റ്റിനെയും SMI ഒഫീഷ്യൽസിനെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ സുപ്ര സുസുക്കി സെയിൽസ് മാനേജർ രാജേഷ് സാറിനെ സ്വാഗതം ക്ഷണിച്ചു. ആക്സസ് എന്ന് പറയുന്ന സാധനം പുതിയ ഫേസ് ലിഫ്റ്റിൽ നിന്ന് നമ്മുടെ മുന്നിൽ ഇവിടെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതിയ രൂപത്തിലും ഭാവത്തിലും എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്നുള്ളത് ഏകദേശം 40ഓളം മാറ്റങ്ങൾ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഈ കാഴ്ചയിൽ മാത്രമല്ല, ഇതിൻ്റെ വണ്ടിയുടെ എൻജിനിലാണെങ്കിലും എൻജിൻ കുറച്ചുകൂടി റിഫൈൻഡാണ്. അതുപോലെ വണ്ടിയുടെ ചേസ് മുതൽ മുന്നോട്ട് ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കൺസോളിൽ വന്നിരിക്കുന്നത്. വെതർ അപ്ഡേഷനൊക്കെയുള്ള പുതിയ ബ്ലൂടൂത്ത് അപ്ഡേഷൻ വന്നിട്ടുള്ള കൺസോളൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ഒരു ലോഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ 4-ാം തീയതി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ആക്സസിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുള്ളതാണ്.
ആക്സസ് സുസുക്കിയിലാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു മോഡലാണ്. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ട് നമുക്ക് റോഡ് സൈഡിൽ റോഡ് പ്രസൻസ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴയ മോഡൽ ടു നമ്മളിപ്പോൾ ഈ ലോഞ്ച് ചെയ്ത മോഡലിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 40ഓളം അപ്ഡേഷൻസ് ചെയ്തിട്ടാണ് സുസുക്കി പുതിയ വെഹിക്കിൾ നിരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ചാലക്കുടി മാർക്കറ്റിൽ നിങ്ങൾ നൽകി വന്ന എല്ലാ സപ്പോർട്ടും, കാരണം തീർച്ചയായിട്ടും ഞങ്ങളെ വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനമാണ്. നിങ്ങൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂടുതൽ ഫങ്ഷൻസ് ഇനി അങ്ങോട്ടേക്ക് നടക്കാനുള്ളതാണ്. ഈ സുസുക്കിയുടെ ഷോറൂമിൽ പുതിയതായിട്ട് 2025 മോഡല് പുതിയ വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ എല്ലാവരും അതായത് ഈ പുതിയ വണ്ടി വാങ്ങിക്കാനും അതുപോലെ ഇവിടുത്തെ സർവീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ നല്ല രീതിയിൽ സർവീസ് നടക്കുന്നിടത്ത് ഇവിടെ കൊടുക്കാനും ഈ സംരംഭം അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിയമിത സുസുക്കി ഡീലറായ പ്രീമിയം ഡീലറായ സുപ്ര സുസുക്കിയുടെ പുതിയ ആക്സസ് ലോഞ്ചിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ നമ്മുടെ കസ്റ്റമേഴ്സിനും, നമ്മുടെ അയൽക്കാരും, നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഓരോരുത്തരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റായി നമ്മുടെ കൗൺസിലർ ലിവി മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ സർവോദയ പക്ഷം സ്പെഷ്യൽ റിബേറ്റ് ഫെബ്രുവരി 14 വരെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് 10% സ്പെഷ്യൽ റിബേറ്റ് ഉൾപ്പെടെ 30% റിബേറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ഖാദി കോട്ടൺ, സിൽക്ക്, സ്പൺ സിൽക്ക് തുണിത്തരങ്ങൾക്ക് റിബേറ്റ് ലഭിക്കെ. ചാലക്കുടി അഡീഷണൽ ICDS പ്രൊജക്ടിലെ അംഗനവാടികൾക്ക് പ്രീ സ്കൂൾ കിറ്റുകൾ വാങ്ങി വിതരണം ചെയ്യുന്നതിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 25 ഉച്ചയ്ക്ക് 2 മുൻപ് ലഭിക്കണം. ഫോൺ 0480 2700 380. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനയുടെ ആക്രമണത്തിൽ പ്ലാന്റേഷൻ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ചികിത്സ നൽകി വനപാലകർ വിട്ടയച്ച കാട്ടാനയുടെ മസ്തകത്തിലെ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്ന് വിവരം. വഴിതടഞ്ഞ പരിപാടികൾ നടത്തുന്നതിനെതിരായ കോടതി ലക്ഷ്യ ഹർജിയിൽ നേരിട്ട് ഹാജരായി നിരുപാധികം മാപ്പപേക്ഷിച്ച് രാഷ്ട്രീയ നേതാക്കൾ. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പേപ്പർ ചലഞ്ച് മത്സരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.